സിഹറും പൈശാചികവുമായ ഷർറിന് ഉണ്ടാവുന്ന അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് നമ്മൾ മുൻപ് വിവരിച്ച പോലെ തലവേദന. തലവേദന എന്ന് പറയുമ്പോൾ പൈശാചികമായ ഷർറ് കൂടുതലും മൂർധാവിൽ, തലച്ചോറിനെയാണ്. ആ മൂർധാവിലേക്കാണ് പിശാചിൻ്റെ ഇറക്കം അധികമായും ഉണ്ടാവുക. അതാണ് തലവേദന ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ തന്നെയാണ് പല്ലുവേദന. പല്ലുകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വായ്ക്കകത്താണ് എങ്കിലും ഓരോ പല്ലുകൾക്കും തലച്ചോറുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം പല്ലിൻ്റെ ഓരോ ഇളക്കലും വെക്കലും ഒക്കെ ഡെന്റിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ ഇതുകൊണ്ടിട്ടാണ്. അപ്പോൾ പല്ലിന് തലച്ചോറുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ ചില പല്ലുവേദനകൾ നോക്കുമ്പോൾ പല്ലിൽ യാതൊരു കേടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ഒരു കേട് തന്നെയായിരിക്കും, പക്ഷെ വിട്ടുമാറാത്ത പല്ലുവേദന. അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അതിന് ഖുർആനികമായിട്ടുള്ള ഓതിയിട്ട് അത് ശമിപ്പിക്കാവുന്നതാണ്. കുറഞ്ഞത് 7 ദിവസമാണ് ചെയ്യേണ്ടത്. സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ ഉറങ്ങുന്നതിൻ്റെ മുൻപ്. 7 ദിവസത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ പിന്നെ 21 ദിവസം, പിന്നെ 41 ദിവസം, അങ്ങനെ നീട്ടി അത് ചൊല്ലേണ്ടതാണ്. ഏത് ഭാഗത്താണോ പല്ലിന് വേദനയുള്ളത് അതിൻ്റെ പുറംഭാഗത്ത് കവിളിനോട് ചേർത്ത് വലത് കൈ വെക്കുക. വലത് കൈ വെച്ചിട്ട് ഓതേണ്ട ആയത്തുകൾ: ഒന്നാമതായി ഓതേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. സൂറത്തു യാസീനിലെ അവസാനത്തെ ആയത്തുകളാണ്. അവലം യറൽ ഇൻസാൻ എന്ന് തുടങ്ങുന്ന അവിടം മുതൽ അവസാനം വരെ ഓതി പൂർത്തിയാക്കുക. അതിനുശേഷം അടുത്ത ആയത്ത് സൂറത്തുൽ അൻആമിലെ വലഹു മാ സക്കന ഫിൽ ലൈലി വന്നഹാർ വഹുവസ് സമീഉൽ അലീം. സൂറത്തുൽ അൻആമിലെ 13ാമത്തെ ആയത്താണ് വലഹു മാ സക്കന ഫിൽ ലൈലി വന്നഹാർ വഹുവസ് സമീഉൽ അലീം. അതോതുക. അതിനുശേഷം സൂറത്തു സജദയിലെ 9ാമത്തെ ആയത്താണ് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ എന്ന ആയത്താണ്. സൂറത്തു സജദയിലെ 9ാമത്തെ ആയത്ത്. അതും ഓതുക. പിന്നെ സൂറത്തുൽ ഇസ്രായിലെ 82ാമത്തെ ആയത്ത് സാധാരണ ഓതാറുള്ള ഷിഫായിൻ്റെ ആയത്താണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ എന്ന ആയത്ത്. അതും ഓതുക. അപ്പോൾ ഇത് ഓതുമ്പോൾ ആ വേദനയുള്ള പല്ലിൻ്റെ നേരെ പുറത്ത് കവിളിനോട് ചേർത്ത് വലത്തെ കൈ വിരലുകൾ ചേർത്ത് വെച്ചിട്ടാണ് പറയേണ്ടത്. സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ ഇശാഇൻ്റെ ശേഷം ഉറങ്ങുന്നതിന് മുമ്പാണ് ചൊല്ലേണ്ടത്. ഇത് 7 ദിവസം ചൊല്ലുക. സ്വല്പം ശമനം കിട്ടും. പൂർണ്ണമായും മാറിയില്ലെങ്കിൽ 21 ദിവസവും പിന്നെ 41 ദിവസവും ചൊല്ലി പൂർത്തിയാക്കാവുന്നതാണ്. അല്ലാഹു തആല ശിഫാ നൽകും ഇൻഷാ അല്ലാഹ്.